ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപയറാണ്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ ചെറുപയർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വച്ചിരിക്കണം. അപ്പം നമ്മളൊരു ഉച്ചയ്ക്കായപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. 8 മന്ത്സിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെറുപയറൊക്കെ നൽകാവുന്നതാണ്. കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചെറുപയർ. അപ്പം നിങ്ങളുടെ കുട്ടികളുടെ ഡയറ്റ് പ്ലാനിൽ ഇത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുക്കറിലേക്ക് ഞാൻ കുതിർത്ത് വച്ചിരിക്കുന്ന ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചോറാണ്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ, ഞാനിവിടെ എടുക്കുന്നുണ്ട് എന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപയറാണ്. നെക്സ്റ്റ് നമുക്ക് ചെറുപയർ വേവാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒരു 5-7 വിസിൽ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടണം. അതാണ് ഞാനിവിടെ 5-7 വിസിൽ വെക്കുന്നത് കേട്ടോ. വേവ് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നാളികേരമാണ് കേട്ടോ. അപ്പോൾ ഒരു പിടി നാളികേരത്തിന്റെ പാലാണ് ഞാൻ എടുക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ പാലെടുക്കുന്നത്. നിങ്ങൾ എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ചെറുപയർ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അത് നിങ്ങളുടെ കുട്ടിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയാൽ മതി. ഞാനിവിടെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നിച്ചുവിന് അധികം പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ഫുഡ് കൊടുക്കാറില്ല. ഇപ്പം ഇത്ര മനസ്സായല്ലോ, ഇപ്പം 11 മന്ത്സ് ആവാറായി നമ്മുടെ നിച്ചു ബേബി. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ക്രഷായിട്ട് ഇത്തിരി തരിയുള്ള രൂപത്തിലായിരിക്കും നിച്ചുവിന് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വേവിക്കുമ്പോഴും ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. 1 ഇയർ താഴെയുള്ള കുട്ടികൾക്ക് ഉപ്പ്, പഞ്ചസാര പോലുള്ള ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങാപ്പാലിൽ തന്നെ അടിച്ചെടുക്കണം. ഞാൻ മിക്സിയിൽ അടിച്ചപ്പോൾ കുറച്ച് പേസ്റ്റ് പോലെ ആയിപ്പോയിട്ടോ. സാധാ ദിവസങ്ങളിൽ ഞാൻ ഇത്രയ്ക്ക് പേസ്റ്റ് രൂപത്തിൽ നിച്ചിന് കൊടുക്കാറില്ല. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചു വച്ചിരിക്കുന്ന ഈ ചെറുപയറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. കാരണം ആ തേങ്ങാപ്പാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ കുറേ നേരം നമുക്കിത് വറ്റിച്ചൊന്നും എടുക്കേണ്ടതില്ല, വെള്ളം വറ്റിച്ചൊന്നും എടുക്കേണ്ടതില്ല. അപ്പോൾ ഇത് ഇത്തിരി നേരം ചൂടാക്കണം. ഒരു 2 മിനിറ്റ്സ് മാത്രം ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ചൂടാക്കി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത്രയും തിക്കായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇന്ന് എടുത്തപ്പോൾ ഇത്തിരി പേസ്റ്റ് പോലെ ആയിപ്പോയി. സാധാ ദിവസം ഇത്രയും പേസ്റ്റ് പോലെ നിച്ചുവിനിപ്പോൾ കൊടുക്കാറില്ല. ഫുഡിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിച്ചുവിനിപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുവാവൾക്കൊക്കെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ചെറുപയർ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് അവർക്കുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഫുഡാണ് ചെറുപയർ. അപ്പോൾ കുട്ടികളുടെ ഡയറ്റ് പ്ലാനിൽ ചെറുപയറും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വീക്കിലി ഒരു നേരത്തെ ഫുഡിൻ്റെ ഐറ്റമെങ്കിലും ചെറുപയറാക്കാൻ മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. ചെറുപയർ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നാളികേരപ്പാലിൻ്റെ നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് കൊണ്ട് ഇതെന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഞാനിന്ന് നിശ്ചിത് ലഞ്ചായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഡിന്നറായിട്ടും കൊടുക്കാം കേട്ടോ. ലഞ്ചും ഡിന്നറൊക്കെ ആയിട്ട് നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പുതിയതായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ. ഉടൻ തന്നെ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്, ബൈ.